ഹായ് ഓൾ, ഇന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ റെക്ടാങ്കുലർ ബീം സെക്ഷൻ 200 mm wide and 450 mm overall depth is reinforced with 3 bars of 16 mm diameter at an effective depth of 420 mm. 2 hanger bars of 12 mm diameter are provided at the compression phase. The effective span of the beam is 5 meter. The beam supports a load of 10 kN per meter excluding its own weight. If FCK equal to 20 Newton per mm square and Fy equal to 415 Newton per mm square, compute the total deflection. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാ വാല്യൂസും ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് റെക്ടാങ്കുലർ ബീം സെക്ഷൻ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് 200 mm ആണ്. അതുപോലെ ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 450 mm ആണ്. ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 3 bars of 16 mm ഡയമീറ്റർ. അപ്പോൾ 3 bars of 16 mm ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് AST കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഓവറോൾ ഡെപ്ത് ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 3 bars of 16 mm ഡയമീറ്റർ അറ്റ് എൻ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് 420 mm. അതായത് അറ്റ് എൻ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് 420 mm. അതായത് ടോപ്പിൽ നിന്ന് അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് അതായത് 420 mm മാറിയിട്ടാണ് ഈ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, AST എന്ന് പറയുന്നത് 3 bars of 16 mm ഡയമീറ്റർ ബാർസ് ആണ്. ഓക്കെ, അപ്പം പൈ ഇൻറ്റു 16² ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST കിട്ടും. എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് 420 mm ആണ്. ഓക്കെ, പിന്നെ 2 hanger bars of 12 mm ഡയമീറ്റർ ആർ പ്രൊവൈഡഡ് അറ്റ് ദ കംപ്രഷൻ ഫേസ്. ഹാങ്കർ ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ഹാങ്കർ ബാർസ് ആണ് 12 mm ഡയമീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ ആ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് അല്ല അവിടെ ഉള്ളത്. ഓക്കെ, കംപ്രഷൻ സോണിലുള്ളത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് അല്ല, ജസ്റ്റ് ഹാങ്കർ ബാർസ് മാത്രമാണ്. ഓക്കെ, അതിന് കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ള പേർപ്പസ് ഇല്ല, ജസ്റ്റ് ഹാങ്കർ ബാർസ് ആയിട്ട് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കൺസിഡർ ചെയ്യില്ല, ഇത് ശരിക്കും ഹാങ്കർ ബാർസ് ആണ്. ഓക്കെ, അപ്പോൾ ഹാങ്കർ ബാർസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 numbers of 12 mm ഡയമീറ്റർ ബാർസ് ആണ്. ഓക്കെ, ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് ബീം ഈസ് 5 meter. അതായത് എൽ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ എൽ എന്ന് പറയുന്നത് 5 meter ആണ്. ദ ബീം സപ്പോർട്ട്സ് എ ലോഡ് ഓഫ് 10 kN per meter എക്സ്ക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. അപ്പം ലൈവ് ലോഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. 10 kN per meter എന്ന് പറയുന്നത് ലൈവ് ലോഡാണ്. എക്സ്ക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് ആഡ് ചെയ്യാതെയുള്ള വെയിറ്റ് ആണ്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സർവീസ് ലോഡ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. ഓക്കെ, അപ്പം സർവീസ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ലോഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്ക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലോഡ് തരികയാണെങ്കിൽ ഡെഡ് ലോഡ് സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, FCK വാല്യൂ ഈക്വൽ ടു 20 Newton per mm square, Fy 415 Newton per mm square. ഓക്കെ, കമ്പ്യൂട്ട് ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷനാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ഓക്കെ, ആ ലോഡ് ഡയറക്റ്റ് ആക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷനാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ, ആ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ശ്രിങ്കേജിൻ്റെയും ക്രീപ്പിൻ്റെയും എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ലോങ് ടേം ഡിഫ്ലക്ഷൻ ആയിട്ടുള്ള ശ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനും ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റാസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അതുപോലെ തന്നെ ലോങ് ടേം ഡിഫ്ലക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. ഗിവൺ ഡാറ്റ ബി ഈസ് ഈക്വൽ ടു 200 mm, ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 450 mm, AST 3 into അതായത് ടെൻഷൻ സോണിലുള്ള സ്റ്റീലാണ് 3 into π/4 into 16² ദാറ്റ് ഈസ് ഈക്വൽ ടു 603.185 mm square. ഓക്കെ, അപ്പോൾ AST നമുക്ക് കണ്ടുപിടിക്കാം. 603.185 mm square നമുക്ക് കിട്ടി. ഡി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി എഫക്റ്റീവ് ഡെപ്ത് 420 mm. ഏരിയ ഓഫ് ഹാങ്കർ ബാർസ് ജസ്റ്റ് കണ്ടുപിടിച്ചെന്ന് മാത്രം. 2 into π into 12² ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 226.194 mm square. കംപ്രഷൻ സ്റ്റീലായിട്ട് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ഹാങ്കർ ബാർസ് മാത്രമാണ്. ഓക്കെ, LE എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എൽ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. 5 meter ആണ്. ലൈവ് ലോഡ് എന്ന് പറയുന്നത് 10 kN per meter. അതായത് എക്സ്ക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞ് തന്നുകൊണ്ടാണ് ലൈവ് ലോഡാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ലൈവ് ലോഡ് എന്ന് പറയുന്നത് 10 kN per meter ആണ്. ഇപ്പോൾ സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ അത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരിക്കും.
ഓക്കെ, എക്സ്ക്ലൂഡിങ് തന്നില്ല, ജസ്റ്റ് സർവീസ് ലോഡ് അതുപോലെ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഡെഡ് ലോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോഡാണ്. ഓക്കെ, എക്സ്ക്ലൂഡിങ് തന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഡെഡ് ലോഡ് കണ്ടുപിടിച്ചിട്ട് ആ തന്നിരിക്കുന്ന ലോഡിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ FCK 20 Nm/mm², FY 415 Nm/mm² എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ AI പെർമനൻറ്റ് പ്ലസ് ACS പ്ലസ് ACC പെർമനൻറ്റ്. AI പെർമനൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷനാണ്, ACS എന്ന് പറയുന്നത് ശ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനാണ്, ACC എന്ന് പറയുന്നത് ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനാണ്, ACC പെർമനൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ, ഓക്കെ, അപ്പോൾ അതിൽ AI പെർമനൻറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ, അതായത് ഫുൾ സ്പാനിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത്, സിംപ്ലി സപ്പോർട്ടഡ് ഇൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ AI പെർമനൻ്റ് എന്ന് പറയുമ്പോൾ 5WL/4 ഡിവൈഡഡ് ബൈ 384 EI എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ 5WL എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്, L ഡിവൈഡഡ് ബൈ L/4 ഡിവൈഡഡ് ബൈ 384, E എന്ന് പറയുന്നത് EC ആണ്. ഓക്കെ, ഷോർട്ട് ടേം ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്, EC ഇൻറ്റു I എഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഐൻ്റെ സ്ഥാനത്ത് I എഫക്റ്റീവ് ആണ്, ഈൻ്റെ സ്ഥാനത്ത് EC ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ടേം ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 1, ഫസ്റ്റ് നമുക്ക് WL/4 ഡിവൈഡഡ് ബൈ 384 EC I എഫക്റ്റീവ് എന്നല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് W കണ്ടുപിടിക്കാം, അതായത് ടോട്ടൽ വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സർവീസ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ, 10 kN/m എന്നുള്ളതാണ് ലൈവ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ബിയും ഡി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ബീമിൽ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, B × D × 25. ഓക്കെ, ബി എന്ന് പറയുന്നത് 200 mm ആണ് അല്ലേ, 200, അപ്പം 0.2 മീറ്റർ ഇൻറ്റു ഓവറോൾ ഡെപ്ത് D എന്ന് പറയുന്ന 0.45 മീറ്റർ, 450 mm ആയിരുന്നു അല്ലേ, അപ്പം 0.45 മീറ്റർ ഇൻറ്റു 25 കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലോഡിന് ടോട്ടൽ വാല്യൂ കിട്ടും 2.25 kN/m എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് 10 + 2.25 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 12.25 kN/m. ഓക്കെ, അപ്പം ടോട്ടൽ വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സർവീസ് ലോഡ് ഈസ് ഈക്വൽ ടു 12.25 kN/m എന്നുള്ളത് കിട്ടി. അപ്പോൾ W എന്ന് പറയുന്ന ടേം ആയല്ലോ. ഓക്കെ, L നമുക്കറിയാം എഫക്റ്റീവ് സ്പാൻ ആണ്, അത് 5 മീറ്റർ എന്നുള്ളതാണ്, അപ്പോൾ അതും ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, E എന്ന് പറയുന്നത് അല്ലേ, I എഫക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ Eയിൽ EC എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് ഷോർട്ട് ടേം ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ EC നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 2ൽ EC കണ്ടുപിടിക്കാം. നമ്മൾ W അറിയാം, L അറിയാം. ഇപ്പോൾ W കണ്ടുപിടിച്ചു, L അറിയാം. ഇനി I എഫക്റ്റീവ് വേണം, EC വേണം. ഓക്കെ, EC വാല്യൂ നമുക്ക് കോഡ് പ്രകാരം കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 2, യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി EC ഈസ് ഈക്വൽ ടു 5000√FCK എന്നുള്ളതാണ് കോഡിലുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ FCK എന്ന് പറയുന്നത് 20 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 × √20. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ EC ഈസ് ഈക്വൽ ടു 22,360.679 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ EC എന്ന് പറയുന്നത് 22,360.679 Nm/mm², അതായത് 5000√FCK ചെയ്തിട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പം EC വാല്യൂ ആയി. ഇനി നമുക്ക് വേണ്ടത് I എഫക്റ്റീവ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അതായത് എഫക്റ്റീവ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ സ്റ്റെപ്പ് 3ൽ നമുക്ക് എഫക്റ്റീവ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ I എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് കോഡിൽ ഇക്വേഷൻ ഉണ്ട്, I എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു IR ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MR/m ഇൻറ്റു Z/D ഇൻറ്റു 1 - X/D ഇൻറ്റു BW/B എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ടേം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം IR കണ്ടുപിടിക്കാം. IR എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. IR ഈസ് ഈക്വൽ ടു BX³ ഡിവൈഡ് ബൈ 3 + M × AST × D - X². ഓക്കെ, അതിൽ M എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്, 280 ഡിവൈഡ് ബൈ 3 × σ/CBC എന്നുള്ളതായിരുന്നു. ഓക്കെ, σ/CBC എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ 21 നോക്കിയാൽ M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് σ/CBC എന്നുള്ളത് 7 Nm/mm² എന്നുള്ളത് കിട്ടും. അപ്പോൾ M ഈസ് ഈക്വൽ 280 ഡിവൈഡ് ബൈ 3 × σ/CBC ആണ്. അപ്പോൾ 13.33 എന്ന് പറഞ്ഞ് നമുക്ക് M കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് M ആയി. ഓക്കെ, ഇനി X വാല്യൂ വേണം. X എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ bx² ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു m ഇൻറ്റു AST ഇൻറ്റു d മൈനസ് എക്സ്. അപ്പോൾ ഈ ഇക്വേഷൻസ് രണ്ടെണ്ണം ഓർത്ത് വെക്കാൻ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, IR എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ bx³ പ്ലസ് m ഇൻറ്റു AST ഇൻറ്റു d മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. അതിൽ bx³ ആണ്, ഓക്കെ, d മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ bx²/2 എന്നാണ്. ഓക്കെ, സ്ക്വയർ ആയപ്പം ഡിവൈഡ് ബൈ 2 ആയി. ഇവിടെ bx³ ആണ്. ഓക്കെ, അതുപോലെ d മൈനസ് എക്സ് ആണ്. bx²/2 വരുന്ന സമയത്ത് d മൈനസ് എക്സ് ആണ്. അപ്പോൾ ടേംസ് ഒക്കെ സെയിം ആണ്. IR = bx³ പ്ലസ് m ഇൻറ്റു AST ഇൻറ്റു d മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എന്നാൽ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ bx³/3 ഈക്വൽ ടുവിൻ്റെ RHSലാണ് വരുന്നതെങ്കിൽ bx²/2 എന്നുള്ള LHSൽ വരും, ഈക്വൽ ടു m ഇൻറ്റു AST ഇൻറ്റു d മൈനസ് എക്സ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും അതുപോലെ തന്നെ IR കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ ടേംസായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, എക്സ് എന്ന അൺനോൺ ആണ്. ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു m 13.33 നമുക്ക് കിട്ടിയായിരുന്നു. AST എന്ന് പറയുന്നത് 603.185 ആണ് ഇൻറ്റു d മൈനസ് എക്സ്. d എന്ന് പറയുന്നത് 420 ആണ്. ഓക്കെ, d 420, എക്സ് അൺനോൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. 100x² മൈനസ് 3376991.541 പ്ലസ് 8040.56 x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. 100x² പ്ലസ് 8040.456 x മൈനസ് 3376991.541 ഈസ് ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി എഴുതി. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് x² എക്സ് കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ എഴുതി. ഇനി ഞാൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഡിഗ്രി 2 എന്ന് വെച്ച് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, അതായത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടും 147.91 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്രാക്ക്ഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ കണ്ടുപിടിക്കാം. IR = bx³ പ്ലസ് m ഇൻറ്റു AST ഇൻറ്റു d മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. അപ്പോൾ IR = b എന്ന് പറയുന്നത് 200, എക്സ് നമ്മളിപ്പം കണ്ടുപിടിച്ചു 147.91³ ഡിവൈഡ് ബൈ 3 പ്ലസ് m 13.33 ഇൻറ്റു 603.185 അതായത് AST ഇൻറ്റു 420 d മൈനസ് 147.91 x. ഓക്കെ, ഹോൾ സ്ക്വയർ. അപ്പോൾ IR = 21572543.4 പ്ലസ് 595258826.3 എന്ന് പറഞ്ഞു കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ IR = 810.984 ഇൻറ്റു 10⁻⁶ mm⁴ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് IR കിട്ടി. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയതുകൊണ്ട് mm⁴ ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ IR കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ള ഓരോരോ ടേമായിട്ട് നമുക്ക് ആ ഇക്വേഷനിൽ ഓരോരോ ടേമായിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇനി അൺനോൺ ആയിട്ടുള്ളത് MR എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ക്രാക്കിംഗ് മൊമെൻറ്റ് MR എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. MR = കോഡിൽ തന്നെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. MR = FCR IGR ഡിവൈഡ് ബൈ YT. FCR എന്ന് പറയുന്നത് കോഡിൽ 0.7 √FCK എന്നുള്ളതാണ്. അപ്പം 0.7 × √20 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3.13 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. IGR എന്ന് പറയുന്നത് ഗ്രോസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ IGR = BD³/12 അതായത് B ഇൻറ്റു ക്യാപിറ്റൽ D അതായത് ഓവറോൾ ഡെപ്ത് ക്യൂബ് ഡിവൈഡഡ് ബൈ 12 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ IGR കിട്ടും. ദാറ്റ് ഈസ് 200 ഇൻറ്റു 450³ ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 151,875,0000 mm⁴. അപ്പോൾ IGR നമുക്ക് കിട്ടും. ഓക്കെ, YT എന്ന് പറയുന്നത് ക്യാപിറ്റൽ D/2 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 450 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓവറോൾ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 225 mm. YT നമുക്ക് കിട്ടി. ഇപ്പോൾ MR എന്നുള്ളത് FCR IGR ഡിവൈഡ് ബൈ YT സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 211,275,00 Nm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 21.1275 kN/m. ഇപ്പോൾ MRൻ്റെ വാല്യൂ നമുക്കായി. അപ്പോൾ നമ്മൾ IR കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ MRും ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള MRും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം മൊമെൻ്റ് അണ്ടർ സർവീസ് ലോഡ്സ് ക്യാപിറ്റൽ M കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ IR നമ്മൾ കണ്ടുപിടിച്ചു, I എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MR കണ്ടുപിടിച്ചു. ഇനി ക്യാപിറ്റൽ M കാൽക്കുലേറ്റ് ചെയ്യാം. M എന്ന് പറയുന്നത് WL² ഡിവൈഡ് ബൈ 8 എന്നുള്ളതാണ്. ഓക്കെ,
അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം അല്ലെങ്കിൽ ലോഡ് കാരണം ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഫുൾ സ്പാൻ UDL ആയതുകൊണ്ട് WL² ഡിവൈഡഡ് ബൈ 8 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് M ഈക്വൽ ടു 12.25. ഓക്കെ, W എന്ന് പറയുന്നത് സർവീസ് ലോഡ് അല്ലെങ്കിൽ ആ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 12.25 ആണ് ഇൻറ്റു എഫക്റ്റീവ് സ്പാൻ സ്ക്വയർ 5² ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 38.281 kN മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ സർവീസ് ലോഡ്സും നമുക്ക് കിട്ടി, ക്യാപിറ്റൽ M നമുക്ക് കിട്ടി. ഈ നെക്സ്റ്റ് ടേം Z ആണ്. Z എന്ന് പറയുന്നത് ലിവർ ആം ആണ്. ലിവർ ആം ഈസ് ഈക്വൽ ടു D-X/3 എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലിവർ ആമിൻ്റെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ള ഇക്വേഷൻ. അപ്പോൾ സ്മോൾ ലെറ്റർ D എന്ന് പറയുന്ന 420 ആണ്, മൈനസ് X ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് 147.91 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 370.697 mm എന്ന് പറഞ്ഞു കിട്ടും. അതാണ് ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ ആയി. ഇനി നമുക്ക് BW/B എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ. BW/B എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് 1 ആണ്. BW-യും B-യും സെയിം ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് പറഞ്ഞെടുക്കാം. അപ്പം ആ ടേമും നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ഐ എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള എല്ലാ ടേംസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഐ എഫക്റ്റീവിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഐ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന 810.984 × 10⁻⁶. ഓക്കെ, ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MR എന്ന് പറയുന്നത് 211.27500 ആയിരുന്നു. ഡിവൈഡ് ബൈ M എന്ന് പറയുന്നത് 38.281 × 10⁻⁶ ആണ് ന്യൂട്ടൺ mm. ഇൻറ്റു Z എന്ന് പറയുന്നത് 370.697 ഡിവൈഡ് ബൈ D 420 ആയിരുന്നു. സ്മോൾ ലെറ്റർ D ആണ് 420 ഇൻറ്റു 1 മൈനസ് X 147.91 ഡിവൈഡ് ബൈ 420 ഇൻറ്റു BW/B എന്ന് പറയുന്നത് 1. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 916.958 × 10⁻⁶ mm⁴ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ എഫക്റ്റീവ് നമുക്കിവിടെ കിട്ടി. അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അൺനോൺ ആയിട്ട് ഐ എഫക്റ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ ടേംസും കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഐ എഫക്റ്റീവും കൂടി നമുക്കിവിടെ കിട്ടി. ഐ എഫക്റ്റീവിൻ്റെ വാല്യൂ 916.958 × 10⁻⁶ mm⁴ എന്നുള്ളതാണ്. ഐ എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ IR-ഉം IGR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഐ എഫക്റ്റീവ് അതുപോലെ തന്നെ IGR തമ്മിലാണ് മെയിൻ കമ്പാരിസൺ വരുന്നത്. ഈ ഐ എഫക്റ്റീവിലും IGR-ലും ഏതാണോ ചെറുത്, ഓക്കെ, ഏത് വാല്യൂ ആണോ ചെറുത് അതാണ് നമ്മൾ നോർമലി ഷോർട്ട് ടേം റിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ 99% അത് ഐ എഫക്റ്റീവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനിൽ ഐ എഫക്റ്റീവ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഐ എഫക്റ്റീവ് ആയിരിക്കും എന്തായാലും IGR-നേക്കാളും കുറവ് വരിക. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് എക്സാമിനൊക്കെ എന്തായാലും ഐ എഫക്റ്റീവ് തന്നെ IGR-നേക്കാളും ചെറുത് വരുള്ളൂ. നോർമൽ കേസിലൊക്കെ റെക്ടാങ്കുലർ കേസിലൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ. ഇൻ കേസ് വേറെ ഏതെങ്കിലും കേസിൽ വരുവാണെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി, IGR ആണ് ചെറുത് വരുന്നതെങ്കിൽ നമ്മൾ IGR ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് ഐ എഫക്റ്റീവിന് പകരം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഓക്കെ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, IGR കിട്ടിയതിന് ശേഷം ഐ എഫക്റ്റീവ് കിട്ടിയതിന് ശേഷം IR ലെസ് ദാൻ ഐ എഫക്റ്റീവ് ലെസ് ദാൻ IGR, അതാണ് നമുക്കിപ്പോൾ ഉള്ള കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇൻ കേസ് മാറിയിട്ടുണ്ടെങ്കിൽ IGR കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് the value of IGR in the equation for finding out short term deflection. ഓക്കെ, അപ്പം IGR ആണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ കണ്ടീഷൻ മാറി വന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, IGR ലെസ് ദാൻ ഐ എഫക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഐ എഫക്റ്റീവ് ലെസ് ദാൻ IGR എന്ന് പറയുന്ന കേസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ജസ്റ്റ് കണ്ടീഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ AI പെർമനൻറ്റ്. ഓക്കെ, AI പെർമനൻറ്റ് ഈസ് ഈക്വൽ ടു 5WLE⁴ ഡിവൈഡ് ബൈ 384 EC ഇൻറ്റു ഐ എഫക്റ്റീവ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു W എന്ന് പറയുന്ന 12.25 ഇൻറ്റു 5000⁴ ഡിവൈഡഡ് ബൈ 384 EC എന്ന് പറയുന്നത് 22360.679 ഇൻറ്റു ഐ എഫക്റ്റീവ് 916.958 ഇൻറ്റു 10⁻⁶. ഓക്കെ, അപ്പോൾ ഇതിൽ യൂണിറ്റ് ഒക്കെ ഒരുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇവിടെ ലോഡ് W ഉണ്ടായിരുന്നത് kN/m അല്ലേ. kN/m എന്ന് പറയുന്നത് Nm എന്ന് പറയുന്നത് സെയിം തന്നെയാണ്.
ഓക്കെ, കാരണം കിലോ ന്യൂട്ടണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻³ ചെയ്യണം, ഡിവൈഡഡ് ബൈ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ അത് ക്യാൻസലായിപ്പോൾ. ഇപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള 12.25 എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ MM-ലാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. EC എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഓക്കെ ന്യൂട്ടൺ പെർ MM²ലാണ്. അതുപോലെ തന്നെ I എഫക്റ്റീവ് വാല്യൂ mm⁴ അപ്പോൾ യൂണിറ്റൊക്കെ ഒരുപോലെ തന്നെയാണോ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഡിഫ്ലക്ഷൻ MM-ൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ AI പെർമനൻറ്റ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4.86 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യനിൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം മൊത്തത്തിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, മൊത്തത്തിൽ വരുന്നൊരു പ്രോബ്ലം ഞാനിവിടെ ചെയ്തു എന്നേ ഉള്ളൂ. ചിലപ്പം ഏതെങ്കിലും ഒന്നായിരിക്കും ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പം ഏതാണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്ത്. ഇപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ, അതായത് ശ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനും ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഇപ്പം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലോങ് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ലോങ് ടേം ഡിഫ്ലക്ഷനിൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പും ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജും വരും. അപ്പോൾ അതിലാദ്യം നമുക്ക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് ACS, A_CS. ഓക്കെ, അപ്പോൾ കോഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ACS എന്ന് പറയുന്നത് K3 ഇൻറ്റു psi_CS ഇൻറ്റു L² എന്നുള്ളതാണ്. K3 എന്ന് പറയുന്നത് 0.125 ആണ് അല്ലേ, സിംപ്ലി സപ്പോർട്ടഡ് ഇൻ കണ്ടീഷൻ ആയതുകൊണ്ട് K3 എന്ന് പറയുന്നത് 0.125 ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി psi_CS കണ്ടുപിടിക്കണം. psi_CS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ K4 ഇൻറ്റു ε/CS ഡിവൈഡ് ബൈ D എന്നുള്ളതാണ്. ε/CS എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ആണ്. അതിൻ്റെ വാല്യൂ 0.003 ആണ്. അത് കോഡിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലോസ് 6.2.4ന് കറസ്പോണ്ടിങ് ആയിട്ട് ε/CS വാല്യൂ 0.0003 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ε/CS വാല്യൂ കിട്ടി. D നമുക്കറിയാം, ക്യാപിറ്റൽ D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. ഇനി K4 വാല്യൂയും കൂടിയും വേണം psi_CS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം K4 വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ PT വാല്യൂ PC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ടു ഫൈൻഡ് K4, PT എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ സ്റ്റീലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 AST ബൈ BD. ദാറ്റ് ഈസ് 100 ഇൻറ്റു AST എന്ന് പറയുന്ന ടെൻഷൻ സ്റ്റീലിൻ്റെ ഏരിയ 603.185 ഡിവൈഡ് ബൈ B എന്ന് പറയുന്നത് 200, D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ D 420. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.718 എന്ന് പറഞ്ഞു കിട്ടും. പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ സ്റ്റീൽ 0.718 എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ടേം PC ആണ് കണ്ടുപിടിക്കേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ സ്റ്റീൽ. ഓക്കെ, കംപ്രഷൻ സോണിൽ നമുക്കിവിടെ സ്റ്റീലില്ല, അതായത് കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ ഇല്ല ക്വസ്റ്റ്യനിൽ. ജസ്റ്റ് ഹാങ്കർ ബാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാങ്കർ ബാസിനെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് PC എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. സിൻസ് there is no compression reinforcement, only hanger bars present. ഓക്കെ, അതുകൊണ്ട് തന്നെ PC 0 ആണ്. അപ്പോൾ PTയും PCയും നമുക്ക് ഇവിടെ കിട്ടി. PT 0.718, PC 0. ഓക്കെ, ഇനി ചെയ്യേണ്ടത് PT മൈനസ് PC ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ PT മൈനസ് PC ചെയ്ത് കഴിഞ്ഞാൽ 0.718 മൈനസ് 0, ദാറ്റ് ഈസ് 0.718 തന്നെയാണ്. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് 2 ഇക്വേഷൻസാണ് ഉള്ളത് അല്ലേ K4 കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം 0.25ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ ഒരു ഇക്വേഷനും, അതുപോലെ തന്നെ PT മൈനസ് PC വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം 0.25ൻ്റെയും 1ൻ്റെ ഇടയ്ക്കാണെങ്കിൽ 0.72 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് K4 കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ PT മൈനസ് PC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ 0.65 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുക കോഡിലുള്ള പോലെ. അപ്പോൾ ഇവിടെ 0.718 എന്ന് പറയുന്നത് ഓക്കെ PT മൈനസ് PC എന്ന് പറയുന്നത് 0.25നേക്കാളും കൂടുതലാണ്, എന്നാൽ 1നേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? therefore K4 is equal to 0.72 into PT minus PC, അതായത് 0.718 divided by root PT. ഓക്കെ, K4 is equal to 0.72 into PT minus PC divided by root PT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. PT minus PC 0.718. ഓക്കെ, അതേപോലെ തന്നെ PT എന്ന് പറയുന്നത് 0.718 തന്നെയാണ്. അപ്പോൾ റൂട്ട്
PT എന്ന് പറയുമ്പോൾ √0.718. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K4ൻ്റെ വാല്യൂ കിട്ടും 0.61 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ആ വാല്യൂ 1-നേക്കാളും കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ K4 എന്ന് പറയുന്നത് ഓക്കെയാണ്, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. K4 = 0.61. ഓക്കെ, അപ്പോൾ സൈസ് CS എന്ന് പറയുന്നത് K4 ആയി, അതായത് 0.61 ഇൻറ്റു എപ്സിലോൺ CS എന്ന് പറയുന്നത് 0.0003 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് CS = 4.0667 ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈസ് CS ആയി. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുമ്പം അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ടേംസുമായി ACS = K3 വാല്യൂ. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് കോഡൊന്ന് ചെക്ക് ചെയ്തെടുത്തിരുന്നു. 0.125 ആണ് സിംപ്ലി സപ്പോർട്ടഡ് മെമ്പേഴ്സിന്, അപ്പോൾ 0.125 എടുത്തു. അതുപോലെ സൈസ് CS എന്ന് പറയുന്നത് 4.0667 ഇൻറ്റു 10⁻⁻7 നമ്മളിപ്പം കണ്ടുപിടിച്ചത്. L എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ സ്പാനാണ്, 5000 mm. ഓക്കെ, അല്ലെങ്കിൽ 5 മീറ്റർ ആണ്. അപ്പോൾ MM-ൽ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5000 mm². ഓക്കെ, 5000². ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MM-ൽ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ MM-ൽ കൊടുത്തുകൊണ്ട് നമുക്ക് MM-ലാണ് ആൻസർ കിട്ടുക. ഇവിടെ മീറ്ററിൽ കൊടുത്തിരുന്നെങ്കിൽ മീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ACS = 1.27 mm. ഓക്കെ, ACS എന്ന് പറയുന്നത് 1.27 mm ആണ്. ഓക്കെ, അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഇനി ഷ്രിങ്കേജ് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി ലോങ് ടേം ഡിഫ്ലക്ഷനിൽ വരുന്നതാണ് ക്രീപ്പ്, അല്ലേ? ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്, ACC പെർമനൻറ്റ്. അപ്പോൾ ACC പെർമനൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. കോഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ACC പെർമനൻറ്റ് = AICC പെർമനൻറ്റ് മൈനസ് AI പെർമനൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ AICC പെർമനൻറ്റ് എന്ന് പറയുന്നത് 5WL⁴ ഡിവൈഡ് ബൈ 384 EI, അതായത് ഇലാസ്റ്റിക് അനാലിസിസ് വെച്ചിട്ട് തന്നെയാണ് AICC കണ്ടുപിടിക്കുന്നത്. AICC എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ്റെ അകത്ത് ഇൻ്റെ സ്ഥാനത്ത് ECE എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഷോർട്ട് ടേം ഡിഫ്ലക്ഷനുമായിട്ട് വരുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ECE എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കണം. ക്രീപ്പും കൂടിയും കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ECE എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു EC ബൈ 1 + θ. ഓക്കെ, അപ്പോൾ ഇവിടെ EC വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 5000 √FCK, ദാറ്റ് ഈസ് 22,360.679 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരുന്നു. ഡിവൈഡഡ് ബൈ 1 + θ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ ക്വസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഏജ് അറ്റ് ലോഡിങ് 28 days എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ട് നമുക്ക് θ എന്നുള്ളത് 1.6 അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂമിങ് θ = 1.6 ഫ്രം പേജ് നമ്പർ 16 കൺസിഡറിങ് ഏജ് അറ്റ് ലോഡിങ് = 28 days. അപ്പം ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1.6 എന്ന് പറഞ്ഞ് തീറ്റേൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ECE എന്ന് പറയുന്നത് 8600.261 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ECE വാല്യൂ ആയി. ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ AICC നമുക്ക് കണ്ടുപിടിക്കാം, ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ. അപ്പോൾ AICC പെർമനൻറ്റ് = 5 ഇൻറ്റു W12.25 ഇൻറ്റു L 5000 raised to 4 L⁴ 5000 ഡിവൈഡ് ബൈ 384 ECE എന്ന് പറയുമ്പം 8600.261 നമ്മളിപ്പം കണ്ടുപിടിച്ച വാല്യൂ ഇൻറ്റു I എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ 916.958 ഇൻറ്റു 10⁻⁶. ഓക്കെ, അപ്പോൾ AICC പെർമനൻറ്റ് = 12.64 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ AICC ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ആണ് ഇപ്പം കിട്ടിയിട്ടുള്ള 12.64 mm എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത്, ക്രീപ്പ് കൊണ്ട് മാത്രമുള്ള ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? ACC പെർമനൻറ്റ് = AICC പെർമനൻറ്റ് മൈനസ് AI പെർമനൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ACC പെർമനൻറ്റ് = AICC പെർമനൻറ്റ്, ദാറ്റ് ഈസ് 12.64 മൈനസ് AI പെർമനൻറ്റ് 4.86 mm ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ACC പെർമനൻറ്റ് ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും 7.78 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സ്ട്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടിയായിരുന്നു 1.27 mm. ഓക്കെ, ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 13.78 mm. ഓക്കെ, ACC പെർമനൻറ്റ് = 7.78 mm.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഡിഫ്ലക്ഷനാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, ലോങ് ടേം ഡിഫ്ലക്ഷൻ അതായത് സ്ട്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനും ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ ഐ പെർമനൻറ്റ് പ്ലസ് എ സി എസ് പ്ലസ് എ സി സി പെർമനൻറ്റ്. അപ്പോൾ എ ഐ പെർമനൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷനാണ്, ദാറ്റ് ഈസ് 4.86 mm, പ്ലസ് എ സി എസ് സ്ട്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനാണ്, ദാറ്റ് ഈസ് 1.27 mm, ആൻഡ് എ സി സി പെർമനൻറ്റ് ദാറ്റ് ഈസ് ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ 7.78. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 13.91 mm എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, ടോട്ടലി ആ ഒരു ബീമിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് 13.91 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഈ ഡിഫ്ലക്ഷൻ ഓക്കെ ആണോ, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടോ, ഓക്കെ സേഫ് ആയിരിക്കുമോ, ഓക്കെ സർവീസബിൾ ആണോ ഈ ഒരു ബീം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആസ് പെർ IS 456-2000 മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ. ഇപ്പം IS 456-2000 പറയുന്നുണ്ട് അല്ലേ, ടോട്ടൽ ഡിഫ്ലക്ഷൻ എല്ലാ ലോഡ്സും അതുപോലെ തന്നെ ടെമ്പറേച്ചർ എഫക്ട്സും ശ്രിങ്കേജ് എഫക്റ്റും അതുപോലെ ക്രീപ്പ് എഫക്ട്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡഡ് ബൈ 250 കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ സ്പാൻ ഡിവൈഡ് ബൈ 250 എന്നാണ്, അതിനേക്കാളും കൂടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പാൻ ഡിവൈഡ് ബൈ 250 എത്രയാണെന്നുള്ളത് നോക്കാം. സ്പാൻ ഇവിടെ 5000 mm ആണ്, അതായത് 5 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 5000 ഡിവൈഡ് ബൈ 250 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20 mm. അപ്പോൾ ഇവിടെ പെർമിസിബിൾ ആയിട്ടുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20 mm ആണ്. ഈ ഒരു പർട്ടിക്കുലർ ബീമിൽ വരുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 13.91 ആണ്. നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 13.91 mm എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഈ ബീമിൽ വരുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിങ് ലോങ് ടേം ഡിഫ്ലക്ഷൻ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് പ്ലസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് എന്ന് പറയുന്നത് 13.91 ആണ്. മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പം 13.91 ഈ ബീമിൽ വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20 mm, അതായത് മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ബീം സേഫ് ഇൻ ഡിഫ്ലക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഹെൻസ് ദ ബീം ഈസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ഈ ബീം സർവീസബിൾ ആണ്. ഓക്കെ, ആ ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്തിട്ടില്ല, 20 mm ക്രോസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഈ സ്ട്രക്ചർ സർവീസബിലിറ്റീൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളിപ്പം ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, അത് ചെക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടോട്ടൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷനാണ്. എല്ലാ ഇക്വേഷൻസും കോഡിലുണ്ട്. ബൈ ഹാർട്ട് ചെയ്യേണ്ട 1-2 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്ത് ഈ പ്രോബ്ലംസ് ഓരോരോ അൺനോൺസ് ആയിട്ട് കണ്ടുപിടിച്ച് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും 13.91 mm കിട്ടി. അതിനുശേഷം ഒന്ന് ചെക്കും കൂടിയും ചെയ്യാം. ഓക്കെ, ഈ പെർമിസിബിൾ ലിമിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ടോ, അതിനേക്കാളും കൂടിയിട്ടുണ്ടോ, മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷനേക്കാളും കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.